ഞാനിപ്പോൾ നിൽക്കുന്നത് ഐവറി ബുക്ക് സ്റ്റാളിന്റെ മുന്നിലാണ്. പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ സാറിന്റെ മകനാണ് ശ്രീ പ്രവീൺ വൈശാഖ്. ഐവറി ബുക്കിന്റെ CEO ആണ്. എന്നെ ഏറെ ആകർഷിച്ചത് ഈ ഒരാളാണ്. ഇത് മറ്റു പവലിയനിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ. സർ, ഇതെന്താണ് ഈ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് റോബോട്ടാണ്. ഈ റോബോട്ട് ഈ പർട്ടിക്കുലർലി ഈ ബുക്കിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് AI കോഡിങ്ങും AIയുടെ പുറകിലേക്ക് പോകുമ്പോൾ ഒരു റോബോട്ട് മനുഷ്യനെ നന്നാവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഡെവലപ്മെന്റിനും വാല്യൂ ബേസ്ഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഈ പുസ്തകം പ്രൊമോട്ട് ചെയ്യണം. മനുഷ്യരെ നന്നാവണം, മനുഷ്യരെ വായിക്കാൻ പറയുന്നു. അത് റോബോട്ടാണ് വായിക്കാൻ പറയുന്നത്. അത് നമ്മളത് പ്രത്യേക ഐറണിയാണ്. നമ്മളിപ്പോൾ റോബോട്ടിന് പുറകെ ഈ ബുക്കും ഓഡിയോ ബുക്കും ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കൂ. ഈ പുസ്തകം മനുഷ്യനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള, ക്യാരക്ടർ നന്നാക്കാനുള്ള മാർഗങ്ങൾ ഇതിലുണ്ട് എന്ന് ഒരു റോബോട്ട് നമ്മളോട് പറയുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സംഭവമാണ്. തീർച്ചയായും പുതുമയുള്ള. കാരണം മറ്റേ നമ്മൾ റോബോട്ടിന് പുറകെ പോവല്ലേ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ അതിനു വേണ്ടി തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിൽ എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ പുസ്തകത്തിൽ 369 ദിവസം നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ നന്നാവുന്നത്, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ഏബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് റോബോട്ട് നമുക്ക് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ചാപ്റ്ററിൽ എന്താ പ്രത്യേകത റോബോട്ട് അത് പറയും, എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഏത് ലാംഗ്വേജ് ആണ്? ഏത് ലാംഗ്വേജും സംസാരിക്കും. അപ്പൊ മലയാളത്തിൽ വേണമെങ്കിൽ കൻ യു സ്പീക്ക് ഇൻ മലയാളം എന്ന് പറഞ്ഞാല് ഈ റോബോട്ട് ഈ ബുക്ക് തന്നെ മലയാളത്തിൽ പറഞ്ഞു തരും. അറബി വേണമെങ്കിൽ അറബിയിൽ പറഞ്ഞു തരും. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് സോൾ എന്നാണ്. സോൾ, അതായത് ഈ ബുക്കിന്റെ ആത്മാവാണ്. ബുക്കിന്റെ ആത്മാവ് സോൾ എന്നാണ് ഇയാളുടെ പേര്. ശരി, ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ റോബോട്ടിക്? ഇതിന്റെ ഐഡിയ ഓതറിന്റെ ആണ്, നമ്മളുടെ ആണ് റോബോട്ട്. പക്ഷെ ഇങ്ങനെ ഈ റോബോട്ടിനെ കൊണ്ട് നമുക്ക് ഒരു ബുക്കിനെ കുറിച്ച് സംസാരിപ്പിക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു സംഭവം. തീർച്ചയായും ഒരു പുതുമയാണ്. നമ്മളിപ്പോൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്, റോബോട്ടിക്സിലാണ്. അത് തന്നെ. അപ്പൊ നമ്മള് AIക്കും റോബോട്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്ത് റോബോട്ട് മനുഷ്യൻ നന്നാവാനുള്ള പ്രാധാന്യം പറയാം. അതാണ് ഈ പുസ്തകത്തിലുള്ളത്. അല്ല, ഇനിയിപ്പോ മുന്നോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും, റോബോട്ടുകളായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. കറക്റ്റ്, അതാണ് സത്യം, കറക്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതിനാണ് നമ്മൾ ഇവിടെ ഇതിനെ കൊണ്ടുവന്നത്. ഇവിടെ വേറെ എവിടെയും ഈ ഒരു സംവിധാനം ഇല്ല. ഞാൻ മറ്റു പവലിയനിലൊക്കെ കയറി ഇറങ്ങിയിട്ടും ഇതുപോലെ ഒരു റോബോട്ടിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഞാൻ കണ്ടില്ല. അതാണ് എന്നെ ഏറെ ആകർഷിച്ചത്. ഈ റോബോട്ട് എല്ലാ സ്ഥലത്തും കൂടെ പോകും, മൂവിംഗ് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് അതോറിറ്റീസിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ആളുകളുടെ ബഹളം ഉണ്ടാവും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇത് ഓരോ സ്ഥലത്ത് പോയി ചോദിക്കുന്നവരോട് ഉത്തരം ശരി, മനുഷ്യ പോലെ തന്നെ നടന്നു പൊക്കോളൂ.